ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താടാ നിനക്ക് പേടിയുണ്ടോ? സാറിന്റെ പിന്നിൽ തന്നെ ഉണ്ടെങ്കിൽ മുന്നിൽ നിന്ന് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഒരാളും ചെയ്യണ്ട. ആ കൃത്യം ഞാൻ തന്നെ ചെയ്തോളാം. അച്ഛാ, ലാസർ വന്നിട്ടുണ്ട്. അതെ, ഈ പ്രായത്തിലും അച്ഛനെ അമ്മയെ അനുസരിക്കുന്നതിൽ കുറച്ചിലൊന്നും ഇല്ലെന്ന് മോനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. സാർ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. വില പിടിപ്പുള്ള ഒരു മരം, അത് ഈട്ടിയോ മാഞ്ചിയമോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ വീടിന് ദോഷമായിട്ട് വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? ആ മരം അങ്ങ് വെട്ടും. എന്നാ പിന്നെ നിന്നെ അതിനു വേണ്ടിട്ട് തന്നെയാ ഞാൻ വിളിച്ചത്. ശാലിനി വിഷ്ണു എന്ന വടവൃക്ഷത്തെ നമ്മൾ ഈ ഭൂമിയിൽ നിന്നും വെട്ടി മാറ്റാൻ പോകുന്നു. കളക്ടർ കൊല്ലാനോ? എന്താടാ നിനക്ക് പേടിയുണ്ടോ? സാറിന്റെ പിന്നിൽ തന്നെ ഉണ്ടെങ്കിൽ മുന്നിൽ നിന്ന് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. ഒരാളും ചെയ്യണ്ട. ആ കൃത്യം ഞാൻ തന്നെ ചെയ്തോളാം. പറഞ്ഞു കേട്ടില്ലേ, കളക്ടറെ ഞാൻ തന്നെ തീർത്തോളാന്ന്. ഞാൻ ആക്റ്റീവ് ആകുന്നില്ല എന്നുള്ള പരാതിയല്ലേ ഇവിടെ ഉള്ള എല്ലാവർക്കും. ഞാൻ ആക്റ്റീവായിട്ട് കാണിച്ചു തരാം. അത് കളക്ടറെ പോലെ ഒരാളുടെ ചോര വീഴ്ത്തിക്കൊണ്ടാവുമ്പോ അതിനൽപ്പം പവർ കൂടും. ശിവ മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? നീ ഒരിടത്തും പോയി ഞാൻ സമ്മതിക്കില്ല. നിർമ്മലേ, ചെയ്യുന്നത് ലാസറ. ശിവൻ കൂടെ പോകുന്നേ ഉള്ളൂ. എന്നാൽ ഇവന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ ഉള്ളൂ മഹേട്ടാ. അടിക്കാനും ഇടിക്കാനും ഒക്കെ അവനെ പറഞ്ഞു വിടുവാണോ? നീ ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ തമ്മിലായിക്കോളാം. ലാസറെ, ശിവൻ കൂടെ നിൽക്കത്തേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോണം. കാരണം ഇപ്പൊ ശിവനെ നിങ്ങളുടെ കൂടെ വിടുന്നത് പഴയ കാര്യങ്ങളൊക്കെ അവന്റെ മെമ്മറിയിൽ വരാൻ വേണ്ടിട്ടാ. എന്തിനും ഏതിനും മുന്നിൽ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന ശിവനെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. പറഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണം. ചില കാര്യങ്ങൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് മതി, പക്ഷെ ഇന്ന് തന്നെ എനിക്ക് കാണണം. ശരി, എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ചെയ്തു തീർക്കാനുണ്ട്. അത് കഴിഞ്ഞ് കാണാം. ശരി. കളക്ടറുടെ കാര്യത്തിൽ അച്ഛൻ ഇനി ടെൻഷൻ അടിക്കേണ്ടി വരില്ല. വേണ്ടതെന്താണെന്ന് വെച്ചാ ഞാൻ ചെയ്തോളാം. നിങ്ങളുടെ അച്ഛൻ വിഷ്ണു മറ്റുള്ളവരെ സഹായിക്കാൻ വലിയ മിടുക്കന്. വിഷ്ണു നിങ്ങൾ കരുതുന്ന ആളല്ല. ഒരു വാടക ഗുണ്ടയായ എന്നെ വരെ കബളിപ്പിച്ച് ആ പണം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും വിറ്റ കാശ് അവന്റെ കയ്യിലുണ്ട്.
ഫോട്ടോ ഫ്രെയിം ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതെന്തിനാന്നറിയോ? എന്നിന്ന് മാറി നിൽക്കല്ലേ. എന്നാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അതിനാ. നമുക്ക് ഇങ്ങനെയും പരസ്പരം കാണാം. പോരെ? May I come in, madam? Yes, come in. ഇരിക്കെ. എവിടം വരെയായ കാര്യങ്ങൾ? എന്തെങ്കിലും വിവരം രേഷ്മയിൽ കിട്ടിയോ? ഇല്ല മാഡം. മധുരയിലെ സ്റ്റേഷനിൽ വിളിച്ച ഇരുവരുടെയും ഫോട്ടോയും ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അവരവിടെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മളെ അറിയിക്കും. റസാക്കപ്പോ മധുരയ്ക്ക് ഇതുവരെ പോയിട്ടില്ല അല്ലേ? ഇല്ല, പക്ഷെ ഉടനെ പോവും. കാര്യങ്ങൾ അവിടെ പോയി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ടി വരും. പോവാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കഴിഞ്ഞു. ആ കാഹളം കുമാരന്റെ കാര്യത്തില് ഒരു ശ്രദ്ധ വേണം. ഒരുപാട് കാര്യങ്ങൾ ആ തലയിൽ കൊണ്ടു നടക്കുന്ന ആള്. ശത്രുക്കൾ ആ തലയ്ക്ക് വിലയും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഓടുന്ന ആളായതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ഇത്രയും ഇൻവോൾവ് ആവുന്നത്. കാരണം ഇത്തരക്കാർക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. പ്രൊട്ടക്ഷന് നാളെ ഞാനൊരു പോലീസുകാരനെ ഡ്യൂട്ടിക്ക് ഇട്ടേക്കാം മാഡം. ആ പിന്നെ മൂന്നാമൂട് ക്വാറിയിലേക്ക് ഞാനിന്ന് പോകുന്നുണ്ട്. കാശുള്ളവന് മാത്രം അവിടെ ജീവിച്ച പോരല്ലോ, സാധാരണക്കാരനും ജീവിക്കണ്ടേ? മഹേന്ദ്രൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് എതിർപ്പുകൾക്കെതിരെ കൂച്ചുവിലം കിട്ടുകൊണ്ടാണ് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മഹേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ്സിലെ വലിയൊരു ഖനിശേഖരം തന്നെയാണ് ഈ മൂന്നാമൂട് കോറി. നല്ല ഭാഷയിൽ പറഞ്ഞ അയാളുടെ പണത്തിന്റെ അക്ഷയപാത്രം. അതിൽ കൈവയ്ക്കുമ്പോ സൂക്ഷിക്കണം, അയാൾ എന്തും ചെയ്യും.